ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. കാരണം കുഞ്ഞിന് രാവിലെ എണീറ്റപ്പോൾ തന്നെ അവൾക്ക് വയ്യ. അവളൊരു 6 മണിയായപ്പോൾ എണീറ്റതാണ്. 6 മണിക്ക് തുടങ്ങിയ വോമിറ്റിങ് ഒരു 7:30 ആയപ്പോഴാണ് നിന്നത്. കാരണം അവൻ്റെ ഇടയ്ക്ക് അവളൊരു 10 പ്രാവശ്യങ്ങൾ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. തലേ ദിവസം രാത്രി ഞങ്ങളുടെ കൂടെ കളിച്ച് നല്ല രീതിയിൽ ഞങ്ങൾ 3 പേരും കളിച്ചിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ കിടന്നത്. പക്ഷെ ഇവൾ രാത്രി തന്നെ ഒരു പ്രാവശ്യം വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, അവൾ കൂടി അറിഞ്ഞില്ല. അവൾ വോമിറ്റ് ചെയ്തിട്ട് അവൾ കിടന്നുറങ്ങി. അങ്ങനെ ഒരു 7:30-8 മണിയോട് അടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊണ്ടുപോകാമെന്നും പറഞ്ഞു. കാര്യം ലാസ്റ്റ് അവൾ ഛർദ്ദിച്ചപ്പോഴും മഞ്ഞ കളറിൽ അവൾ ഛർദ്ദിക്കുന്നത്. നമുക്ക് പിന്നെ ഛർദ്ദിക്കാനായിട്ടൊന്നും വന്നില്ല. പിന്നെ ആശുപത്രി വന്ന് നേരെ അവർ ഒരു സ്ട്രിപ്പ് അവളുടെ നാക്കി വെച്ച് കൊടുത്ത്. അപ്പോൾ അത്രയും നേരം വരുന്ന വഴിയും കൂടെ അവൾ വണ്ടിയിരുന്ന് ഛർദ്ദിച്ച്. അപ്പോൾ ആ സ്ട്രിപ്പ് വെച്ചപ്പോൾ തന്നെ അവൾ പിന്നെയും വോമിറ്റ് ചെയ്ത് നേരെ ഒരു ക്യാനുല ഇട്ട് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് ചെയ്തപ്പോൾ ഇനി വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഇടണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ചെയ്തതാണ്. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവൾക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ കുറഞ്ഞു. പിന്നെ അവൾ വോമിറ്റൊന്നും ചെയ്തില്ല. നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ സീന അവൾക്ക് ചൂട് കൂടി. ഒന്നിനും വയ്യ. ഒരു 3 മണി വരെ കൊച്ചിന് അനക്കം ഇല്ലായിരുന്നു, ഒരു സംസാരിക്കുന്ന പോലും ഇല്ലായിരുന്നു അവൾ. ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് നല്ലൊരവസ്ഥ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവളൊന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. പിന്നെ ഞാൻ ചായ കുടിച്ചു, അവൾക്കും ചായ കൊടുത്തു, കഞ്ഞിയൊക്കെ കൊടുത്ത് അവളൊന്ന് ഉഷാറാക്കിയതുണ്ട്. ഇപ്പോൾ അവൾക്കൊരു കുഴപ്പവും ഇല്ല, അവൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും ചെറിയൊരു ചൂട് തോന്നിയിട്ട് അവൾ മരുന്ന് കുടിച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവളെയും കൊണ്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല മഴക്കാറ് കണ്ട് ഞങ്ങൾ തിരിച്ച് അതേപോലെ തന്നെ വീട്ടിലോട്ട് വന്നപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം.